ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ള വീഡിയോയുമായിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടി വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നാടൻ ഫിഷ് കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് പുന്നാരം എന്നാണ്. നമ്മുടെ വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മീനാണിത്. മീൻ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ നെയ്മീൻ്റെയൊക്കെ ഒരു അതേ ഒരു പോലൊക്കെ തന്നെയാണ്, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മീനാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാനതിനൊരു മീൻചട്ടി എടുത്തിട്ടുണ്ട്. ഈ മീൻചട്ടിയിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ മുറിച്ച് നിരത്തി വെക്കണം. ഒന്നിച്ച് വെക്കുകയാണെങ്കിലും അതുപോലെ നിരത്തി അങ്ങ് നീളത്തിലങ്ങ് വെച്ചാൽ മതി. ഇപ്പം ഇത് കട്ട് ചെയ്തിട്ട് ഞാനിപ്പം ഇത് ഫുള്ളായിട്ട് ഈ ചട്ടിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഈ ഫിഷ് ഓരോന്ന് പെറുക്കി നിരത്തി വെക്കണം. മുകളിലായിട്ടല്ല, നിരത്തി ഇങ്ങനെ ഇതിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതെൻ്റെ മമ്മിയൊക്കെ വെക്കുന്ന ഒരു സ്റ്റൈൽ മീൻകറിയാണ്. ഇതുപോലെ വെക്കുന്ന പലരും ഉണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ് ഇങ്ങനെ മീൻകറി വെക്കുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ളത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ചട്ടിയിലേക്ക്. വളരെ എളുപ്പമാണ് ഇങ്ങനെ മീൻകറി വെക്കുന്നത്. പാടൊന്നുമില്ല. ഇങ്ങനെ നിരത്തി വെച്ചിട്ടൊക്കെ എടുക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഏതാണ്ട് സംഭവമാണെന്നൊന്നും. അങ്ങനൊന്നും ഇല്ല കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. നമ്മളിത് സെപ്പറേറ്റ്, അതായത് ഇഞ്ചി വെളുത്തുള്ളിയും മുളക് പൊടിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് മൂപ്പിച്ച് ഇതിനകത്ത് ഇടുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകതയുണ്ട്. ഇതിലേക്ക് ഞാനിനിയും കുടംപുളി, അതായത് പുളിയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുകയാണ്. ഇട്ടിട്ട് നമ്മളിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. 2 കഷ്ണം പുളി ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിത് അടച്ചൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഒരു 8 അല്ലി എടുത്തിട്ടുണ്ട്. അത് ഇനി ചെറുതായിട്ട് മുറിച്ചിട്ടേക്കുവാണ്. അതുപോലെ തന്നെ ഇഞ്ചി ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി, അതും ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇടുന്നത് വെളുത്തുള്ളി മൂത്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം അങ്ങ് ഇട്ട് മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അതിലേക്ക് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ഒരു 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂക്കണം, ഒരു ബ്രൗൺ നിറമൊക്കെ ആവണം. എങ്കിൽ മാത്രമേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പച്ച പോലെ അതിങ്ങനെ കിടക്കും അതിനകത്ത്, മീൻ കറിക്കകത്ത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് കറിവേപ്പില ഇടുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി അത് മൺചട്ടിക്കകത്ത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് കറിവേപ്പില. പിന്നെ ലാസ്റ്റിൽ ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒത്തിരി അങ്ങ് വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇടുന്നില്ല. ഇപ്പം കണ്ട, ഇത് ഏകദേശം ഒരു ബ്രൗൺ നിറമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. മീൻകറിക്കൊക്കെ ആകുമ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം നന്നായിട്ട്, എങ്കിലാണ് ആ ഒരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടി എന്ന് പറയുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയുമേ ചേർക്കുന്നുള്ളൂ. ഒരു 2.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് നമ്മളിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. കൂട്ടി ഒന്ന് വെച്ചിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്ത് അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ മീൻകറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് മൂപ്പിക്കുമ്പം നോക്കി തന്നെ മൂപ്പിക്കണം. എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന്
ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂത്തും പോകരുത്, എന്നാൽ മൂക്കാതും ഇരിക്കരുത്. ആ ഒരു പരുവത്തിൽ നമുക്ക് ആ ഒരു പച്ച മണം മാറുന്ന ആ ഒരു മണം വരുമ്പോൾ അറിയാൻ പറ്റും. അതുവരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മൂപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ അടുപ്പിൽ തന്നെ നമുക്ക് ആ മീനിൻ്റെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇട്ടത് എന്തൊക്കെയാണെന്നറിയാം. കറിവേപ്പിലയും മീനും പുളി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ച മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു മിക്സ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ആ ഗ്യാസ് തീയിൽ തന്നെയാണ് വെച്ചേക്കുന്നത് ഇപ്പം മീൻ ചട്ടി. അതിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ മീനിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ആ മീൻ മുങ്ങിക്കിടക്കുന്ന ഒരു പരുവം വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ചിലരാണെങ്കിൽ ഇങ്ങനെ എടുക്കുന്നവരാണെങ്കിലും ചിലപ്പോൾ ഈ ചീഞ്ചട്ടിക്കകത്തോട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് മീനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സെയിം ആണ്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ മീനിൻ്റെ മുകളിൽ കിടക്കുന്നിടം വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തോളൂ. അപ്പം ഇപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചൊന്നും ഇളക്കണ്ട, അങ്ങ് പൊടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. ഇപ്പം എന്തായാലും ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. എപ്പോഴും കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാമല്ലോ. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ആദ്യം ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തിളച്ചേരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിനി ഇത് ചാറൊക്കെ ഒന്ന് പറ്റിച്ച് മീനും നന്നായിട്ട് വെന്ത് വരണം. അപ്പം ചാറൊക്കെ ഒന്ന് പറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് അതുപോലെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇപ്പം ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒന്നിരുന്നിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീൻകറി വറ്റി എല്ലാം നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിലാണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് നമ്മൾ വാങ്ങുന്നത്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ഒരു മണവും അതുപോലെ കറിവേപ്പിലയുടെ മണമൊക്കെ അതിലൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ഒത്തിരി നേരം ഒന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വാങ്ങി വെക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.